ഹായ് ഡിയേഴ്സ്, ഈ ഒരു വീഡിയോ ഡിസ്കസ് ചെയ്യുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 6th സെമസ്റ്റർ BBA ഫൈനാൻസ് സ്പെഷ്യലിസം പേപ്പറായിട്ടുള്ള ഫൈനാൻഷ്യൽ സർവീസസ് എന്ന പേപ്പറിൻ്റെ എക്സാം ഓറിയൻറ്റഡ് ക്ലാസ്സാണ്. നമ്മൾ ഈ ഒരു പേപ്പർ എക്സാമിന് വേണ്ടി തയ്യാറെടുത്തുമ്പോൾ ഏതെല്ലാം ഏരിയക്ക് പ്രാധാന്യം നൽകണം, ഏതെല്ലാം ഏരിയയിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം എന്നത് ഉൾക്കൊള്ളിച്ചുള്ള ക്ലാസ്സാണ്. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഫൈനാൻഷ്യൽ സർവീസസിൻ്റെ സിലബസിൽ 5 മൊഡ്യൂളുകളാണ് വരുന്നത്. ഈ 5 മൊഡ്യൂളുകളെയും ബേസിക് കാര്യങ്ങൾ അറിഞ്ഞാൽ തന്നെ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു പേപ്പറാണ് ഫൈനാൻഷ്യൽ സർവീസ്. ഒരു സിമ്പിൾ പേപ്പറാണ്, വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് പഠിക്കാൻ കഴിയും. ഓരോ ഏരിയ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്ന ഒരു പേപ്പറാണിത്, ഫൈനാൻഷ്യൽ സർവീസസ്. ഓരോ മൊഡ്യൂളിലെയും കാര്യങ്ങൾ നമുക്ക് ഡീറ്റെയിൽ നോക്കാം. മൊഡ്യൂൾ 1 വരുന്നത് ഫൈനാൻഷ്യൽ സർവീസസിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ മൊഡ്യൂളാണ്. ഈ ഒരു മൊഡ്യൂൾ നമ്മൾ ഫസ്റ്റ് അറിഞ്ഞിരിക്കേണ്ടത് എന്താണ് ഫൈനാൻഷ്യൽ സർവീസസ് അല്ലേ. സർവീസസ് പ്രൊവൈഡഡ് ബൈ ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഈസ് നോൺ ആസ് ഫൈനാൻഷ്യൽ സർവീസ്. ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടല്ലോ, അവർ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസുകൾ പറഞ്ഞ പേരാണിത് ഫൈനാൻഷ്യൽ സർവീസ്. എന്താണ് ഫൈനാൻഷ്യൽ സർവീസ് എന്നും അതുപോലെ തന്നെ ഇതിൻ്റെ ഇമ്പോർട്ടൻസും നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. അപ്പോൾ ഇവിടെ 2 മാർക്കിന് ഫൈനാൻസ് സർവീസസ് ഒരുവിധം എല്ലാ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പറിലും റിപ്പീറ്റ് ചെയ്ത് ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ സിഗ്നിഫിക്കൻസ് ഓഫ് ഫൈനാൻഷ്യൽ സർവീസസും കൂടി അവിടെ പഠിച്ചു വെക്കുക. പിന്നീട് ഇവിടെ വരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഫൈനാൻസ് സർവീസ്. ഫൈനാൻസ് സർവീസിനെ പ്രധാനമായിട്ടും 2 ക്ലാസിഫിക്കേഷനാണുള്ളത്. ഒന്നാണ് ഫണ്ട് ബേസ്ഡ്. ഈ ഫണ്ട് ബേസിൽ ഒരുപാട് സ്ഥാപനങ്ങൾ വരുന്നുണ്ട്. മ്യൂച്വൽ ഫണ്ട്, ലീസ് ഫിനാൻസ്, അങ്ങനെ ഒരുപാട് സ്ഥാപനങ്ങൾ. ഫീ ബേസ്ഡും ഒരുപാട് സ്ഥാപനങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഫണ്ട് ബേസ്ഡ് ആയിട്ടുള്ള ഫിനാൻസ് സർവീസ് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ഫീ ബേസ്ഡുള്ള ഫൈനാൻസ് സർവീസും കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ഇവിടെ 5 മാർക്കിനോ ആയിട്ടോ ഈ ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുള്ള ഒരു ടോപ്പിക്കാണ്. അപ്പോൾ ഈ ഒരു ഭാഗം കൃത്യമായിട്ട് മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ പറഞ്ഞത് എന്താണ് ഫൈനാൻസ് സർവീസ്, ക്ലാസിഫിക്കേഷന്, ഇത്രയും ഭാഗങ്ങളിൽ നിന്ന് ചോദ്യങ്ങൾ നിർബന്ധമായിട്ടും വരാറുണ്ട്. ആ കാര്യങ്ങൾ എല്ലാവരും മനസ്സിലാക്കാം. പിന്നീട് ഇവിടെ അറിഞ്ഞിരിക്കേണ്ട ഒരു ടേമാണ് ഫൈനാൻഷ്യൽ ഇൻ്റർമീഡിയറീസ്. നമ്മുടെ ഈ ഒരു പേപ്പറിൽ ഈ ഒരു ടോപ്പിക്ക് സിലബസ് പഠനമില്ലെങ്കിൽ പോലും ഫൈനാൻഷ്യൽ ഇൻ്റർമീഡിയറി എന്താണ് നമ്മൾ അറിഞ്ഞിരിക്കണം. ഫൈനാൻഷ്യൽ ഇൻ്റർമീഡിയറി എന്ന് പറഞ്ഞാൽ അല്ലേ, ഇടനിലക്കാരാണ്. ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ മാർക്കറ്റിലുള്ള ഇടനിലക്കാരാണ് ആര്, ഫൈനാൻഷ്യൽ ഇൻ്റർമീഡിയറ്റ്സ്. ഇവിടെ 2 ഫൈനാൻഷ്യൽ ഇൻ്റർമീഡിയറ്റ്സാണ് പ്രധാനമായിട്ടുള്ളത്. ഒന്ന് ബാങ്കിങ്ങും ഒന്ന് നോൺ ബാങ്കും. ഇതാണെന്ത് ഫൈനാൻഷ്യൽ ഇൻ്റർമീഡിയറ്റ്സ്. ആരൊക്കെയാണ്? ബാങ്കിങ് സർവീസ് ചെയ്യുന്നവരും നോൺ ബാങ്കിങ് സർവീസ് ചെയ്യുന്നവരാണ് അത് ഫൈനാൻഷ്യൽ ഇൻ്റർമീഡിയറീസ് അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയും. നെക്സ്റ്റ് ഇവിടെ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ് ക്യാപിറ്റൽ മാർക്കറ്റ്. ഈ ഫൈനാൻഷ്യൽ മാർക്കറ്റ് അല്ലെങ്കിൽ ഫൈനാൻസ് സർവീസ് ഈ ഒരു പേപ്പറിലൊക്കെ പഠിക്കുമ്പോൾ പ്രധാനമായിട്ടും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് 2 മാർക്കറ്റ് ഉണ്ട്. ഒന്നാണ് മണി മാർക്കറ്റ്. ഒരു വർഷം വരെയുള്ള സെക്യൂരിറ്റീസ് വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന മാർക്കറ്റാണിത് മണി മാർക്കറ്റ്. മറ്റൊന്നാണ് ക്യാപിറ്റൽ മാർക്കറ്റ്. മോർ ദാൻ 1 ഇയർ, ഒരു വർഷത്തിൽ കൂടുതൽ ഉള്ള ഷെയർസും സെക്യൂരിറ്റീസൊക്കെ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന മാർക്കറ്റാണിത് ക്യാപിറ്റൽ മാർക്കറ്റ്. ഈ ക്യാപിറ്റൽ മാർക്കറ്റ് എന്താണ് അല്ലേ? ക്യാപിറ്റൽ മാർക്കറ്റ് 2 ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ഒന്ന് പ്രൈമറി മാർക്കറ്റും മറ്റൊന്ന് സെക്കൻഡറി മാർക്കറ്റും. ഈ ക്യാപിറ്റൽ മാർക്കറ്റിൽ പ്രൈമറിയിൽ ന്യൂ സെക്യൂരിറ്റീസ് ആണ്, സെക്കൻഡറി മാർക്കറ്റിൽ ഡെറിവേറ്റീവ്സ് ആണ്. അപ്പോൾ ക്യാപിറ്റൽ മാർക്കറ്റ് എന്താണ്? 2 മാർക്കറ്റ് എന്ന് പറഞ്ഞു. ഒന്ന് മണി മാർക്കറ്റ്, മറ്റൊന്ന് ക്യാപിറ്റൽ മാർക്കറ്റ് അല്ലേ. ലോങ് ടേം മാർക്കറ്റാണിത് ക്യാപിറ്റൽ മാർക്കറ്റ്. അപ്പോൾ ക്യാപിറ്റൽ മാർക്കറ്റിലാണ് നമ്മുടെ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളൊക്കെ പ്രവർത്തിക്കുന്നത്. അപ്പോൾ എന്താണ് ക്യാപിറ്റൽ മാർക്കറ്റും അതിൻ്റെ സർവീസസും കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക. എന്താണ് സ്റ്റോക്ക് ബ്രോക്കറിങ് എന്ന ടേം ഇവിടെ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. പിന്നീട് ഇവിടെ വരുന്ന ഒരു ടോപ്പിക്കാണ് ഡെപ്പോസിറ്ററി സർവീസ്. ഈ ക്യാപിറ്റൽ മാർക്കറ്റുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻസും ഡെപ്പോസിറ്ററി സർവീസും ഉണ്ട്. അത് നമ്മൾ അറിഞ്ഞിരിക്കുന്ന 2 ഡെപ്പോസിറ്ററി റെസിപ്റ്റ് ആണ്. ഒന്ന് ADR, അമേരിക്കൻ ഡെപ്പോസിറ്ററി റെസിപ്റ്റ് എന്നാണ് ADRൻ്റെ ഫുൾ ഫോം. എന്താണ് ADR? അമേരിക്കൻ ഡെപ്പോസിറ്ററി റെസിപ്റ്റ്.
ഒരു ഡെപ്പോസിറ്റ് റെസിപ്റ്റ് അമേരിക്കയിലാണ് ഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ അതിനെ പറഞ്ഞ പേരാണിത്, അമേരിക്കൻ ഡെപ്പോസിറ്റ് റെസിപ്റ്റ്. ദെൻ GDR, ഗ്ലോബൽ ഡെപ്പോസിറ്റ് റെസിപ്റ്റ് ആണ്. അപ്പോൾ എനി ഡെപ്പോസിറ്റ് അതർ ദാൻ ADR ആണ്, അതായത് അമേരിക്കയിൽ അല്ലാത്ത എല്ലാ രാജ്യങ്ങളിലും ഇഷ്യൂ ചെയ്യുന്നതാണിത് GDR. ഓക്കെ അല്ലോ, അതാണ് ഗ്ലോബൽ ഡെപ്പോസിറ്റ് റെസിപ്റ്റ്. അവിടെ ഡെപ്പോസിറ്റ് റെസിപ്റ്റ് എന്താണെന്നും അതുപോലെ തന്നെ ADRും GDRും ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക. ചോദ്യങ്ങളൊന്നും മുമ്പൊന്നും ADRും GDRും ഇപ്പോഴത്തൊന്നും വന്നിട്ടില്ല, എങ്കിലും ആ ഒരു ഭാഗം ഒന്ന് മനസ്സിലാക്കുക. പിന്നീട് ഇവിടെ വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് സെബി. അപ്പോൾ ക്യാപിറ്റൽ മാർക്കറ്റിൻ്റെ ഒരു റെഗുലേറ്ററി അതോറിറ്റിയാണിത് സെബി. അപ്പോൾ ഇന്ത്യയിൽ ക്യാപിറ്റൽ മാർക്കറ്റിനെ കൺട്രോൾ ചെയ്യുന്ന അപ്പെക്സ് ആൻഡ് അൾട്ടിമേറ്റ് അതോറിറ്റിയാണിത് സെബി. അപ്പോൾ ഇന്ത്യയിലെ സ്റ്റോക്ക് മാർക്കറ്റ്, അതായത് ക്യാപിറ്റൽ മാർക്കറ്റിനെ റെഗുലേറ്റ് ചെയ്യുന്ന അതോറിറ്റി, ആ ഒരു ടേം അറിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് സെബിയുടെ ഒരുപാട് ഒബ്ജക്റ്റീവ്സും ഫങ്ഷൻ ചെയ്താൽ. എന്താണ്? റെഗുലേറ്റ് ക്യാപിറ്റൽ മാർക്കറ്റിന് ഇന്ത്യ, അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിന് ഇന്ത്യ, അല്ലേ? അവർക്ക് ആവശ്യമായുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കുക, അവർക്ക് ആവശ്യമായുള്ള അല്ലേ ഡയറക്ഷൻസ് നൽകുക, അവരെ കൺട്രോൾ ചെയ്യുക. ഇന്ത്യയിലെ ഏതൊക്കെ രീതിയിലാണ് സ്റ്റോക്ക് മാർക്കറ്റ് നടക്കുന്നത് എന്ന കാര്യങ്ങളൊക്കെ പ്രവർത്തനം എല്ലാ കാര്യങ്ങളും ചെയ്യുന്നവരാണ് സെബിയാണ്. അപ്പോൾ സെബി നിലവിൽ വരുന്നത് 1988 സെബി നിലവിൽ വരുന്നത് 1988 പക്ഷേ സ്റ്റാറ്റ്യൂട്ടറി ബോർഡ് ആണ് 1992. സെബിൻ്റെ ഫുൾ ഫോം എന്താണ്? സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. അപ്പോൾ സെബിനെ കുറിച്ച് എല്ലാ വർഷവും യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിക്കാറുണ്ട്. 5 മാർക്കിനോ അല്ലെങ്കിൽ ആയിട്ട് തന്നെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഒരു മൊഡ്യൂളിൽ നിന്ന് 2 ഭാഗത്തു നിന്നാണ് യൂണിവേഴ്സിറ്റി എക്സാമിന് റിപ്പീറ്റായിട്ട് ചോദിക്കുന്നത്. ഒന്ന് സെബിയുടെ ഏരിയയും ഒന്ന് ഫൈനാൻഷ്യൽ സർവീസസിൻ്റെ ഏരിയയും. അപ്പോൾ ആ 2 ടോപ്പിക്കെങ്കിലും ഈ ഒരു മൊഡ്യൂളിൽ നിന്ന് നിർബന്ധമായിട്ടും പഠിക്കാം. നെക്സ്റ്റ് വരുന്ന ഒരു ടേമാണ് ഡിമാറ്റ് അക്കൗണ്ട്. ഈ ഒരു ക്ലാസ് കേൾക്കുന്ന പലവർക്കും ഡിമാറ്റ് അക്കൗണ്ട് ഉണ്ടായിരിക്കും. നമ്മൾ ഷെയറുകൾ വാങ്ങാനും വിൽക്കാനും വേണ്ടി ഉപയോഗിക്കുന്ന അക്കൗണ്ടാണിത് ഡിമാറ്റ് അക്കൗണ്ട്. അതായത് ഇന്ത്യയിലെ ഒരു സ്റ്റോക്ക് മാർക്കറ്റിലെ നമ്മൾ ഷെയറുകൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യണമെങ്കിൽ നമുക്ക് നിർബന്ധമായിട്ടും എന്ത് വേണം? ഡിമാറ്റ് അക്കൗണ്ട് വേണം. അപ്പോൾ ഫസ്റ്റ് മൊഡ്യൂളൊക്കെ വളരെ ചെറിയ മൊഡ്യൂളാണ്. 2 ടോപ്പിക്കാണ് വളരെ അധികം തവണ റിപ്പീറ്റ് ചെയ്തിട്ടുള്ളത്. ഒന്ന് ഫൈനാൻഷ്യൽ സർവീസ്, അതിൽ ഫണ്ട് ബേസ്ഡും ഫീ ബേസ്ഡും. മറ്റൊന്ന് സെബിയുടെ ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ ഫങ്ഷൻസ്. അപ്പോൾ ഈ 2 ടോപ്പിക്ക് നല്ലോണം പ്രാധാന്യം നൽകുക, ബാക്കിയുള്ള ടോപ്പിക്കൊക്കെ ജസ്റ്റ് മനസ്സിലാക്കാം. നെക്സ്റ്റ് മൊഡ്യൂൾ 2 ഫണ്ട് ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ഈ ഒരു മൊഡ്യൂളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് മ്യൂച്വൽ ഫണ്ട്. മ്യൂച്വൽ ഫണ്ട് എന്ന് പറഞ്ഞാൽ നമ്മളുടെ കയ്യിലുള്ള പണം ഒരു സെക്യൂരിറ്റീസിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യാതെ നമ്മൾ എന്ത് ചെയ്യുന്നു? കളക്ട് ചെയ്തിട്ട് ഓരോന്നിലും, അതായത് ഷെയറിൽ കുറച്ച്, ഗോൾഡിൽ കുറച്ച്, റിയൽ എസ്റ്റേറ്റിൽ കുറച്ച്, അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത്. ഇവിടെ മ്യൂച്വൽ ഫണ്ട് എന്താണെന്നും അതിൻ്റെ ഇമ്പോർട്ടൻസും നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കണം. മ്യൂച്വൽ ഫണ്ടിൻ്റെ സ്കീമുകൾ, ഒരുപാട് സ്കീമുകളുണ്ട്. ആ സ്കീമുകൾ മെറിറ്റ്, ഡീമെറിറ്റ്. അപ്പോൾ ഇത്രയും ഭാഗമാണ് മ്യൂച്വൽ ഫണ്ടിനെ കുറിച്ച് ബേസിക്കായിട്ട് വരുന്നത്. ഈ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. ഇവിടുന്നും ചോദ്യങ്ങൾ വരാറുണ്ട്. 2 മാർക്കിന് ഉണ്ടായിരിക്കും, 5 മാർക്കിന് ഉണ്ടായിരിക്കും, ആയിട്ടും ഈ ഒരു ഭാഗത്ത് നിന്ന് ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ മ്യൂച്വൽ ഫണ്ട് എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ്. ദെൻ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി, മ്യൂച്വൽ ഫണ്ട് റെഗുലേഷൻ ഇന്ത്യയിൽ എങ്ങനെയാണ് മ്യൂച്വൽ ഫണ്ടിനെ റെഗുലേറ്റ് ചെയ്യുന്നത്. പിന്നീട് വരുന്ന ഒരു ടോപ്പിക്കാണ് പെൻഷൻ ഫണ്ട്. പെൻഷൻ ഫണ്ട് എന്ന് പറഞ്ഞാൽ ഒരാൾ റിട്ടയർ ചെയ്യുമ്പോൾ അവർക്ക് കിട്ടുന്ന ഫണ്ടുകളാണ്. അതുമായി ബന്ധപ്പെട്ട ചെറിയൊരു ഭാഗം, ചെറിയൊരു ടോപ്പിക്ക് സിലബസിലൊക്കെ ഉള്ളൂ, ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി, വലിയ പ്രധാനപ്പെട്ട ടോപ്പിക്കൊന്നുമല്ല. പിന്നീട് ഇവിടെ വരുന്ന വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട്, ETFs. ഇത് പലതവണ റിപ്പീറ്റ് ചെയ്തൊരു ചോദ്യമാണ്, ETFs എന്താണ്? ദെൻ ഡിഫറൻസ്, മ്യൂച്വൽ ഫണ്ടും എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ടും തമ്മിലുള്ള ഡിഫറൻസ് 5 മാർക്കിന് യൂണിവേഴ്സിറ്റി എക്സാമിന് എന്നും വരാറുള്ള ചോദ്യമാണ്. നെക്സ്റ്റ് വരുന്ന ഒരു ഏരിയയാണ് ഡെറിവേറ്റീവ്സ്. ഈ ഡെറിവേറ്റീവ്സുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഈ ഒരു പേപ്പറിലും വരുന്നുണ്ട്, നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് മാനേജ്മെൻറ്റും വരുന്നുണ്ട്. അപ്പോൾ ഡെറിവേറ്റീവ്സിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കണം. ഡെറിവേറ്റീവ്സ് എന്ന് പറഞ്ഞാൽ ഇൻസ്ട്രുമെൻ്റ് ആണ് ഫോർ ഹെഡ്ജിങ് റിസ്ക്.
റിസ്ക് ഹെഡ്ജ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെൻ്റ് പറഞ്ഞ പേരാണെന്ത്? ഡെറിവേറ്റീവ്സ്. ഡെറിവേറ്റീവ്സ് ആർ ഇൻസ്ട്രുമെൻ്റ് ഫോർ ഹെഡ്ജിങ് റിസ്ക്. 4 ഡെറിവേറ്റീവ്സ് ആണുള്ളത്. ഇതൊക്കെ 4 ഡെറിവേറ്റീവ്സ്: ഫോർവേഡ്, ഫ്യൂച്ചർ, ഓപ്ഷന്, സ്വാപ്പ്. ഇതൊക്കെ ഈ ഒരു പേപ്പറിലും ഇതിൻ്റെയൊക്കെ മീനിങ് പലതവണ യൂണിവേഴ്സിറ്റി എക്സാം ചോദിച്ചിട്ടുണ്ട്. ഫോർവേഡ് എന്ന് പറഞ്ഞാൽ 2 പാർട്ടികൾ തമ്മിൽ, അല്ലേ, കോൺട്രാക്ട് ബിറ്റ്വീൻ 2 പാർട്ടീസ് ആണ്. അപ്പോൾ ഇന്ന് തീരുമാനിക്കും എന്ന് എത്ര വിലക്ക് നമ്മളുടെ ഗുഡ്സ് മറ്റൊരാൾക്ക് കൈമാറും. അപ്പോൾ എയും ബിയും ഒരു കോൺട്രാക്റ്റ് ഏർപ്പെടുകയാണ്. എ പറയുകയാണ് എൻ്റെ കാറ് 5 ലക്ഷം രൂപക്ക് നിനക്ക് 2027 ജനുവരി 1 തരാം. ഇനി ഈ എയും ബിയും തമ്മിലുള്ള ഒരു കോൺട്രാക്റ്റാണിത് ഫോർവേഡ് കോൺട്രാക്റ്റ്. ദെൻ ഫ്യൂച്ചർ കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞാൽ ഈ എയും ബിയും തമ്മിലുള്ള കോൺട്രാക്റ്റ് നടക്കുന്നത് ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ച്, റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ച് മുഖാന്തരമാണെങ്കിൽ അതിനെ പറഞ്ഞ പേരാണിത് ഫ്യൂച്ചർ കോൺട്രാക്റ്റ്. അതുകൊണ്ട് തന്നെ ഫ്യൂച്ചർ കോൺട്രാക്റ്റ് എന്താണ്? ഒരു സ്റ്റാൻഡേർഡൈസ്ഡ് കോൺട്രാക്റ്റ് ആണ്. ഫ്യൂച്ചേഴ്സ് എന്താണ്? സ്റ്റാൻഡേർഡൈസ്ഡ് ആണ്. ഫോർവേഡ് എന്തല്ല? സ്റ്റാൻഡേർഡൈസ്ഡ് അല്ല. ദെൻ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ റൈറ്റ് വിത്തൗട്ട് ഒബ്ലിഗേഷൻ ആണ്. നമുക്കൊരു അസറ്റ്, അല്ലേ, വാങ്ങാനുള്ള അവകാശമുണ്ട്, പക്ഷെ വാങ്ങണമെന്നില്ല, നിർബന്ധമില്ല. അതിൽ കാൾ ഓപ്ഷനും ഉണ്ട്, പുട്ട് ഓപ്ഷനും ഉണ്ട്. സ്വാപ്പ് എന്ന് പറഞ്ഞാൽ കറൻസി എക്സ്ചേഞ്ച് ആണ്. ഇപ്പം നമ്മളുടെ കയ്യിൽ ഒരു ഇന്ത്യൻ റുപ്പി ഉണ്ട്, അത് ഫോറിൻ കറൻസി ആയിട്ടുള്ള അമേരിക്കൻ ഡോളറിലേക്ക് എക്സ്ചേഞ്ച് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഡെറിവേറ്റീവ് കോൺട്രാക്റ്റാണിത് സ്വാപ്പ്. അപ്പോൾ 4 ഡെറിവേറ്റീവ് കോൺട്രാക്റ്റാണ്. ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മതി: ഫോർവേഡ്, ഫ്യൂച്ചേഴ്സ്, ഓപ്ഷന്, സ്വാപ്പ്. നെക്സ്റ്റ് മൊഡ്യൂൾ 3, ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കിങ് ആൻഡ് മെർച്ചൻ്റ് ബാങ്കിങ്. ഈ ഒരു മൊഡ്യൂൾ നമ്മൾ ഫസ്റ്റ് അറിഞ്ഞിരിക്കേണ്ടത് എന്താണ് ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കിങ്ങും എന്താണ് മെർച്ചൻ്റ് ബാങ്കിങ്ങും അതിൻ്റെ ഫങ്ഷൻ തന്നെയാണ്. അപ്പോൾ ഈ ഒരു മൊഡ്യൂളിൻ്റെ ടൈറ്റിൽ പേര് എന്താണ്? ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കിങ് ആൻഡ് മെർച്ചൻ്റ് ബാങ്കിങ്. അപ്പോൾ ഈ ഒരു ടോപ്പിക്ക് അറിഞ്ഞിരിക്കണം. 5 മാർക്കിന് വരാൻ സാധ്യതയുള്ള ഒരു ടോപ്പിക്കാണ്. ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്ക് എന്താണ്, മെർച്ചൻ്റ് ബാങ്ക് എന്താണ്. ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കിൻ്റെ ഫങ്ഷനും അറിഞ്ഞിരിക്കണം, മെർച്ചൻ്റ് ബാങ്കിൻ്റെ ഫങ്ഷനും അറിഞ്ഞിരിക്കണം. പിന്നീട് ഇവിടെ വരുന്ന ഒരു ടോപ്പിക്കാണ് പ്രീ ആൻഡ് പോസ്റ്റ് ഇഷ്യൂ മാനേജ്മെൻറ്റ് സർവീസ്. അതായത് ഒരു സർവീസിലെ ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിന് മുമ്പും ഇൻവെസ്റ്റ്മെൻറ്റിന് ശേഷമുള്ള സർവീസ് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. ലോൺ സിൻഡിക്കേഷൻ എന്ന് പറഞ്ഞ ടോപ്പിക്ക് ചോദിച്ച് കണ്ടിട്ടൊന്നുമില്ല, ചിലപ്പോൾ 5 മാർക്കിന് വരാൻ സാധ്യത ടോപ്പിക്കാണ്. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാം. പിന്നീട് മെർച്ചൻ്റ് ബാങ്കിങ് സർവീസ് ഇൻ ഇന്ത്യയിലെ മെർച്ചൻ്റ് ബാങ്കിങ് സർവീസ് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. മെർച്ചൻ്റ് ബാങ്കിങ് റെഗുലേഷൻ, സെബിയുടെ മെർച്ചൻ്റ് ബാങ്കിങ് റെഗുലേഷനും ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മതി. ഇവിടെ ഈ ഒരു മൊഡ്യൂളിൽ നിർബന്ധമായിട്ടും പഠിക്കേണ്ടത് എന്താണ് ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കിങ്, എന്താണ് മെർച്ചൻ്റ് ബാങ്കിങ്, അതിൻ്റെ രണ്ടിൻ്റെയും ഫങ്ഷൻസ്. അതാണ് ഈ ഒരു മൊഡ്യൂളിൽ നിങ്ങൾ പ്രാധാന്യം നൽകേണ്ടത്. ബാക്കിയുള്ള ടോപ്പിക്കൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കുക. മൊഡ്യൂൾ 4, ലീസ് ഫിനാൻസ് ആൻഡ് വെഞ്ചർ ക്യാപിറ്റൽ. വളരെ പ്രധാനപ്പെട്ട മൊഡ്യൂളാണ്. ഈ ഒരു മൊഡ്യൂളിൽ 2 ഏരിയകളാണ് വരുന്നത്. ഈ 2 ഏരിയകളും കൃത്യമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു മൊഡ്യൂളാണ്. 2 ടോപ്പിക്കാണ് ഇതിൽ വരുന്നത്. ഒരു ഭാഗം ലീസ് ഫിനാൻസും മറ്റൊരു ഭാഗം വെഞ്ചർ ക്യാപിറ്റലും. അതിൽ നമ്മൾ ഫസ്റ്റ് അറിഞ്ഞിരിക്കേണ്ടത് ലീസ് ഫിനാൻസിനെ കുറിച്ചാണ്. ലീസ് എന്ന് പറഞ്ഞാൽ പാട്ടക്കരാറാണ്. ലെസ്സറും ലെസ്സിയും തമ്മിലുള്ള ഒരു പാട്ടക്കരാറാണെന്ത് ലീസ്. ഇറ്റ് ഈസ് എ കോൺട്രാക്ട് ബിറ്റ്വീൻ ലെസ്സർ ആൻഡ് ലെസ്സി. അപ്പോൾ 2 പാർട്ടീസ് തമ്മിലൊരു കോൺട്രാക്റ്റാണെന്ത് ലീസ്. ഏതൊക്കെ 2 പാർട്ടീസ്? ഒരു പാർട്ടി ലെസ്സറും മറ്റൊരു പാർട്ടി ലെസ്സിയും. ലെസ്സർ എന്ന് പറഞ്ഞാൽ ഓണറും, ലെസ്സി എന്ന് പറഞ്ഞാൽ ആരാണോ ലീസ്, അല്ലേ, ആ ഒരു ലീസ് എടുക്കുന്നത് അവരാണ് ആര്? ലെസ്സി. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ എ എന്ന് പറയുന്ന വ്യക്തി അതിൻ്റെ കാറ് ബി എന്ന് പറയുന്ന വ്യക്തിക്ക് ഉപയോഗിക്കാൻ നൽകുകയാണെങ്കിൽ ഇവിടെ എ ആണ് ലെസ്സർ, ബി ആണ് ലെസ്സി. ഇവർ തമ്മിലുള്ള ഒരു കോൺട്രാക്ച്വൽ എഗ്രിമെൻ്റ് ആണിത് ലീസ്. അപ്പോൾ ലീസ് ഇസ് ദി കോൺട്രാക്ച്വൽ എഗ്രിമെൻറ്റ് ബിറ്റ്വീൻ 2 പാർട്ടീസ്, ലെസ്സർ ആൻഡ് ലെസ്സി. ഇനി ഇവിടെ അറിഞ്ഞിരിക്കേണ്ടത് പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ടൈപ്സ് ഓഫ് ലീസ്. ഒരുപാട് ടൈപ്സ് ഓഫ് ലീസ് ഉണ്ടെങ്കിൽ പോലും 3 പ്രധാനപ്പെട്ട ടൈപ്സ് ഓഫ് ലീസാണ്. അതിലൊന്നാണ് ഓപ്പറേറ്റിംഗ് ലീസ്, സെക്കൻഡ്
ഫൈനാൻഷ്യൽ ലീസ്, തേർഡ് സെയിൽ ഓഫ് ലീസ് ബാക്ക്. അതിൽ ഓപ്പറേറ്റിംഗ് ലീസ് എന്ന് പറഞ്ഞാൽ ഒരു ഷോർട്ട് ടേം ലീസാണ്. ഇപ്പോൾ എന്ന് പറയുന്ന വ്യക്തി ഒരു 2 മാസത്തിന് അദ്ദേഹം എന്തെങ്കിലും ഒരു കാര്യം ലീസിന് കൊടുക്കുകയാണ്. അതിനാണ് ഓപ്പറേറ്റിംഗ് ലീസ്. അവിടെ എല്ലാ ഉത്തരവാദിത്വവും ലെസ്സർക്കായിരിക്കും. ഇപ്പോൾ സപ്പോസ് ഞാൻ എൻ്റെ ഒരു വെഹിക്കിള് എൻ്റെ ഒരു സുഹൃത്തിന് എന്ത് കൊടുക്കുകയാണ്, ലീസിന് കൊടുക്കുകയാണ്. ഒരു മാസം ഉപയോഗിച്ചു എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ എല്ലാ കാര്യങ്ങളും എന്തെങ്കിലും മെയിൻ്റനൻസ് വന്നാലും ഒക്കെ ആരറിയണം, ഞാൻ അറിയണം. അതാണ് ഓപ്പറേറ്റിംഗ് ലീസ്. സെക്കൻഡാണ് ഫൈനാൻഷ്യൽ ലീസ്. ഫൈനാൻഷ്യൽ ലീസ് പറഞ്ഞാൽ ഒരു ലോങ് ടേം ആണ്. ഇപ്പോൾ 5 വർഷത്തിനൊക്കെ ഒരാൾ എന്ത് ചെയ്യാണ്, അദ്ദേഹത്തിൻ്റെ ഒരു പാഠം മറ്റൊരാൾക്ക് ലീസിന് കൊടുക്കുകയാണ്. അതാണെന്ത് ഫൈനാൻഷ്യൽ ലീസ്. ഇവിടെ ലോങ് ടേം ആണ്, ലോങ് ടേം കോൺട്രാക്റ്റ് ആണിത് ഫൈനാൻഷ്യൽ ലീസ്. എന്തെങ്കിലും കേടുപാടുകളോ എന്തെങ്കിലും സംഭവിച്ചാൽ ലെസ്സിയാണ് എല്ലാ എക്സ്പെൻസും അവിടെ എടുക്കേണ്ടത്. ദെൻ സെയിൽ ഓഫ് ലീസ് ബാക്ക്. ആദ്യം നമ്മൾ എന്ത് ചെയ്യും, ലീസിന് കൊടുക്കും, പിന്നീട് അത് വിൽക്കും, വിറ്റിങ്ങാണ്ട് ഏറ്റെടുക്കും. അതാണ് സെയിൽ ഓഫ് ലീസ് ബാക്ക്. അപ്പോൾ പ്രധാനമായിട്ടും 3 ലീസാണ്. 1 ഓപ്പറേറ്റിംഗ് ലീസ്, 2 ഫൈനാൻഷ്യൽ ലീസ്, 3 സെയിൽ ഓഫ് ലീസ് ബാക്ക്. പിന്നീട് ഇവിടെ അറിഞ്ഞിരിക്കേണ്ടത് മെറിറ്റ് ആൻഡ് ഡിമെറിറ്റ് ആണ്, അല്ലെങ്കിൽ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജ് ആണ്. ഈ ഒരു ചോദ്യം പലതവണ യൂണിവേഴ്സിറ്റി എക്സാം റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് മനസ്സിലാക്കാം. ലീസിനെ കുറിച്ച് ഇത്രയും കാര്യങ്ങൾ പഠിച്ചിടാം. അപ്പോൾ എന്താണ് ലീസ്, ടൈപ്സ്, അതിലെ പാർട്ടീസ്, മെറിറ്റും ഡിമെറിറ്റും. ഈ ഒരു ഭാഗത്ത് നിന്ന് ചോദ്യം ഉണ്ടായിരിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. നെക്സ്റ്റ് വെഞ്ചർ ക്യാപിറ്റൽ ഫിനാൻസ് ആണ്. വെഞ്ചർ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ അല്ലേ, ഇപ്പോൾ പുതിയ ഇന്നോവേറ്റേഴ്സിനും അതുപോലെ തന്നെ സ്റ്റാർട്ടപ്പുകൾക്കും ഫണ്ട് നൽകുക. ഇപ്പോൾ ഞാനൊരു പുതിയ സ്റ്റാർട്ടപ്പ് തുടങ്ങാൻ നിൽക്കുകയാണ്. അങ്ങനെ എന്നെ ഫണ്ട് നൽകി ഒരു ലോങ് ടേമിലേക്ക് ഫണ്ട് നൽകി സഹായിക്കുന്ന സ്ഥാപനങ്ങളാണിത് വെഞ്ചർ ക്യാപിറ്റൽ. ആർക്കാണ് ഫണ്ട് നൽകുക അല്ലേ, ഇന്നൊവേഷൻ. ആരാണോ പുതിയ ഇന്നൊവേഷൻ കൊണ്ടുവരുന്നത്, അല്ലെങ്കിൽ സ്റ്റാർട്ടപ്പ്. ഇപ്പം നിങ്ങൾക്ക് പലർക്കും സ്റ്റാർട്ടപ്പ് ഉണ്ടായിരിക്കും. അങ്ങനെ സ്റ്റാർട്ടപ്പുകൾക്ക് ലോങ് ടേമിലേക്ക് ഫിനാൻസ് നൽകി, ഫണ്ട് നൽകി സഹായിക്കുന്ന ഒരു ലോങ് ടേം സോഴ്സ് ഓഫ് ഫിനാൻസ് കമ്പനിയാണിത് വെഞ്ചർ ക്യാപിറ്റൽ ഫിനാൻസ്. വെഞ്ചർ ക്യാപിറ്റലും അതിൻ്റെ ഇമ്പോർട്ടൻസും നിർബന്ധമായിട്ട് പഠിക്കാം. ദെൻ ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് ലോങ് ടേം സോഴ്സ് ഓഫ് ഫിനാൻസ് ആണ് റിസ്ക് ക്യാപിറ്റൽ. അതുപോലെ തന്നെ ഏഞ്ചൽ ഇൻവെസ്റ്റിംഗ്. ഏഞ്ചൽ ഇൻവെസ്റ്റിങ്ങും ഏകദേശം വെഞ്ചർ ക്യാപിറ്റലിനെയാണ്. ആർക്കാണ് നൽകുന്നത്, സ്റ്റാർട്ടപ്പുകൾക്ക് തന്നെയാണ് ഫണ്ട് നൽകുന്നത്. പക്ഷേ അവർക്ക് ഫണ്ട് മാത്രമല്ല നൽകുക, അവർക്ക് ഗൈഡൻസും കൂടി കൊടുക്കും. ഇപ്പോൾ ഞാനൊരു സ്റ്റാർട്ടപ്പ് തുടങ്ങുകയാണ്. അപ്പോൾ എനിക്ക് ഫണ്ട് മാത്രം നൽകുന്ന ലോങ് ടേം ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് വെഞ്ചർ ക്യാപിറ്റൽ. ഈ ഏഞ്ചൽ ഇൻവെസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്തും കൂടി നൽകും, അവർ ഫണ്ടും നൽകും, അതുപോലെ തന്നെ നമുക്ക് സപ്പോർട്ടുകൾ, അവർ ഒരുപാട് ഐഡിയാസ് കാര്യങ്ങൾ നൽകുന്നവരാണത് ഏഞ്ചൽ ഇൻവെസ്റ്റിംഗ്. ദെൻ ക്രൗഡ് ഫണ്ടിങ് എന്താണ് ജസ്റ്റ് മനസ്സിലാക്കുക, പ്രൈവറ്റ് ഇക്വിറ്റി എന്താണ് ജസ്റ്റ് മനസ്സിലാക്കുക. അപ്പോൾ 2 ടോപ്പിക്ക് നിർബന്ധമായിട്ടും ഈ ഒരു മൊഡ്യൂൾ പഠിക്കുക. ലീസിൻ്റെ ടൈപ്സ്, മെറിറ്റ് ആൻഡ് ഡിമെറിറ്റ്. വെഞ്ചർ ക്യാപിറ്റൽ അതിൻ്റെ ഇമ്പോർട്ടൻസ് നിർബന്ധമായിട്ടും പഠിച്ചിരിക്കാം. നെക്സ്റ്റ് മൊഡ്യൂൾ 5 ക്രെഡിറ്റ് റേറ്റിംഗ് ആൻഡ് ഫാക്ടറിങ് സർവീസ്. ഈ ഒരു മൊഡ്യൂളും 2 ഏരിയയാണ്. ഒരു ഏരിയ ക്രെഡിറ്റ് റേറ്റിംഗ്, മറ്റൊരു ഏരിയ ഫാക്ടറിങ് സർവീസ്. അപ്പോൾ ഈ 2 ടോപ്പിക്കും നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കണം. ക്രെഡിറ്റ് റേറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഓരോ സ്ഥാപനങ്ങളുണ്ടായിരിക്കും, ഓരോ കമ്പനികളുണ്ടായിരിക്കും, അവർക്കൊക്കെ റേറ്റിംഗ് കൊടുക്കുക അല്ലേ. ഇപ്പോൾ 5 റേറ്റ് ആണ്. അങ്ങനെ റേറ്റിംഗ് നൽകുന്ന സ്ഥാപനങ്ങളാണിത് ക്രെഡിറ്റ് റേറ്റിംഗ്. അതിൻ്റെ ഇമ്പോർട്ടൻസും അഡ്വാൻറ്റേജസും നിർബന്ധമായിട്ട് പഠിക്കാം. പിന്നെ അതുപോലെ തന്നെ ഇന്ത്യയിലുള്ള പ്രധാനപ്പെട്ട ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസികൾ, ഇവരെക്കുറിച്ചുള്ള കാര്യങ്ങളും. ക്രിസിലാണ് 1, ഇക്രയാണ് 1, CARE ഇവരൊക്കെയാണിത് പ്രധാനപ്പെട്ട ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസീസ്. ഇതും 5 മാർക്കിന് വന്നിട്ടുണ്ട്, കൃത്യമായിട്ട് മനസ്സിലാക്കാം. അപ്പോൾ ക്രെഡിറ്റ് റേറ്റിംഗുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് ഉണ്ടായിരിക്കും. പിന്നീടാണ് ഫാക്ടറിങ്. ഫാക്ടറിങ് എന്ന് പറഞ്ഞാൽ ബൈയിങ് ഓഫ് അക്കൗണ്ട് റിസീവബിൾസ് ആണ്. ആ സെൻറ്റൻസൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കോളും. എന്താണ് ഫാക്ടറിങ്? ബൈയിങ് ഓഫ് അക്കൗണ്ട് റിസീവബിൾസ്. അതായത് ഇപ്പോൾ ഒരു സപ്ലയർ സാധനം സപ്ലൈ ചെയ്തു, ആ ഇമ്മീഡിയറ്റ് ടൈമിൽ തന്നെ അവർക്ക് എന്ത് കിട്ടില്ല, ഫണ്ട് ലഭിക്കില്ല. അപ്പോൾ ഈ സപ്ലയർ ഒരു കമ്പനിയെ ഏൽപ്പിക്കും.
ആ കമ്പനിക്ക് പറഞ്ഞ പേരാണ് ഫാക്ടറിങ് കമ്പനി. ഇവരാണ് എന്ത് ചെയ്യുക, പിന്നെ കസ്റ്റമറുടെ കയ്യിൽ നിന്ന് സാധനങ്ങൾ കളക്ട് ചെയ്യുക. ഇപ്പോൾ ഷോപ്പിലൊക്കെ ചെരുപ്പ് ഡ്രസ്സുകളൊക്കെ സപ്ലൈ ചെയ്യുന്നവരുണ്ടായിരിക്കും അല്ലേ. ആ സപ്ലൈ ചെയ്യുന്നവർക്ക് അപ്പം അതെന്ത് ചെയ്യില്ല, ആ ഷോപ്പിൽ നിന്ന് ഫണ്ട് ലഭിക്കില്ല. അപ്പോൾ അവരെന്ത് ചെയ്യും, ഇവരൊരു ഫാക്ടറിങ് ടീമിനെ ഏൽപ്പിക്കും. ഈ ഫാക്ടറിങ് ടീം അപ്പം തന്നെ സപ്ലൈയുടെ പൈസ കൊടുക്കും. ആ ഓൺ ടൈം എന്ത് ചെയ്യും, സെറ്റ് ചെയ്യും. പിന്നീട് ഈ ഫാക്ടറിങ് ടീമും ഈ കസ്റ്റമർ അല്ലെങ്കിൽ ഈ ഷോപ്പും തമ്മിലായിരിക്കും പിന്നീട് ഇടപാട്. അപ്പോൾ ഈ ഫാക്ടറിങ് ഇവരൊക്കെ അതിൽ നിന്ന് അല്ലേ ഘട്ടം ഘട്ടമായിട്ട് ഫണ്ടുകൾ സ്വരൂപിക്കും. ചെറിയൊരു കമ്മീഷനും അവർ ഈടാക്കും. ആ സർവീസിന് പറഞ്ഞ പേരാണത് ഫാക്ടറിങ്. ഈ ഫാക്ടറിങ്ങിൻ്റെ ടേം എഴുതുമ്പോൾ ഈ ഒരു ടേം ബില്ല് റിസീവബിൾസ് കേട്ടോ, ബൈയിങ് ഓഫ് ബില്ല് റിസീവബിൾ ആണിത്. ഈ ഒരു ടേം നിങ്ങളുടെ യൂണിവേഴ്സിറ്റി എക്സാമിൽ നിങ്ങൾക്ക് എഴുതാൻ കഴിയാത്ത തന്നെ ഫാക്ടറിങ്ങിൻ്റെ മീനിങ് കിട്ടും. ബില്ല് റിസീവബിൾസ് എന്ത് ചെയ്യുക, പർച്ചേസ് ചെയ്യുക. അതിനെയാണ് എന്ത് വന്നത് ഫാക്ടറിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഫാക്ടറിങ് എന്താണ്, അതിൻ്റെ മീനിങ്, സ്കോപ്പ്, ഫങ്ഷൻസ് കൃത്യമായിട്ട് പഠിക്കുക. ദെൻ ഫാക്ടറിങ് സർവീസിൽ കുറേ ടൈപ്സുകൾ വരുന്നുണ്ട്, ആ ടൈപ്സുകളും കൃത്യമായിട്ട് മനസ്സിലാക്കുക. പിന്നെ ഫാക്ടറിങ്ങുമായി ബന്ധപ്പെട്ട എക്സ്പോർട്ട് നമ്മൾ ഫോറിനിലേക്ക് കടത്തുമ്പോൾ അതിനെ പറഞ്ഞ പേരാണ് ഫോർ ഫൈറ്റിംഗ്. അതായത് ഇവിടെ എക്സ്പോർട്ട് റിസീവബിൾ ആണ്. ഇത് രാജ്യത്തിനുള്ളിലാണിത് ഫാക്ടറിങ്, എക്സ്പോർട്ട് റിസീവബിൾസ് ആണിത് ഫോർ ഫൈറ്റിങ്. ഫോർ ഫൈറ്റിങ്ങും കൃത്യമായിട്ട് ആ ടേം മാത്രം മനസ്സിലാക്കാൻ മതി, ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും മനസ്സിലാക്കണ്ട. ഫാക്ടറിങ് അതിൻ്റെ ഫീച്ചേഴ്സ്, ഇമ്പോർട്ടൻസ് കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പഠിക്കുക. ദെൻ ഫോർ ഫൈറ്റിങ് ജസ്റ്റ് മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ ഫാക്ടറിങ്, ഈ ഇൻ്റർനാഷണൽ ഫാക്ടറിങ് ജസ്റ്റ് ഒന്ന് ടേം മനസ്സിലാക്കിയാൽ മതി. ഫാക്ടറിങ്ങും ഫോർ ഫൈറ്റിങ്ങും കൃത്യമായിട്ട് മനസ്സിലാക്കുക. അപ്പോൾ ഈ ഒരു ഫിനാൻഷ്യൽ സർവീസ് പറഞ്ഞ പേപ്പറിൽ കൃത്യമായിട്ട് പറഞ്ഞു ഞാൻ ഓരോ പറയുന്ന കാര്യങ്ങളും കൃത്യമായി മനസ്സിലാക്കിക്കോളും. ഒരു ഏരിയ ഫൈനാൻസ് സർവീസ്, അത് ഫണ്ട് ബേസ്ഡും ഫീ ബേസ്ഡും ഉണ്ട്. ദെൻ ക്യാപിറ്റൽ മാർക്കറ്റ്, അവിടെ കൃത്യമായിട്ട് പഠിക്കേണ്ടത് സെബിയെക്കുറിച്ച്, സെബിയും സെബിയുടെ ഫങ്ഷന് കാര്യങ്ങൾ. പിന്നീട് നമ്മൾ പറഞ്ഞ മെഡ്യൂളിൽ സെക്കൻഡ് മെഡ്യൂളിൽ മ്യൂച്വൽ ഫണ്ടിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. തേർഡ് മെഡ്യൂളിൽ ഒരേ ഒരു ടോപ്പിക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കിങ് എന്താണ്, മർച്ചൻ്റ് ബാങ്കിങ് എന്താണ്, അതിൻ്റെ ഫങ്ഷൻ. ദെൻ ഫോർത്ത് മൊഡ്യൂൾ 2 ഭാഗം ലീസും കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക, വെഞ്ചർ ക്യാപിറ്റലും കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക. എന്നിരുന്നാൽ തന്നെ കൃത്യമായിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ക്രെഡിറ്റ് റേറ്റിംഗ് എന്താണ്, ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസീസ്, ഇന്ത്യയിലെ ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസീസ്, അതുപോലെ തന്നെ ഫാക്ടറിങ്ങിൻ്റെ ഫീച്ചേഴ്സും ഇമ്പോർട്ടൻസ് കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക. ഫോർ ഫൈറ്റിംഗ് എന്ന് പറഞ്ഞ ടേമുകളും കൃത്യമായിട്ട് മനസ്സിലാക്കാം. ഈ ഒരു പേപ്പറിൽ ചിലപ്പോൾ ക്യാപിറ്റൽ മാർക്കറ്റുമായി ബന്ധപ്പെട്ട ചില ടേമുകളൊക്കെ 1-2 ടേമുകളൊക്കെ നിങ്ങൾക്ക് സിലബസ് ഇല്ലാത്ത ചിലപ്പോൾ വരും. അത് പല പേപ്പറുകളുടെ ഒരു മിക്സാണ് ഈ ഒരു പേപ്പർ, അതുകൊണ്ടാണ് അത്തരം ടേമുകൾ വരുന്നത്. പക്ഷേ 5 മാർക്കിന് എസ്എ ക്വസ്റ്റനിലൊക്കെ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെ വരുള്ളൂ. ഓക്കെ, താങ്ക് യു.